ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്, ബട്ടർ ചിക്കൻ ബിരിയാണി. അപ്പോൾ 2 ദിവസം പെരുന്നാൾ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേയിൽ വെച്ച ബിരിയാണിയാണ് ബട്ടർ ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇതിങ്ങനെ ആരും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. വലിയ പീസായിട്ട് തന്നെയാണ്, ബിരിയാണി പീസായിട്ട് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ചാലും നന്നായിരിക്കും. അപ്പോൾ ഈ ചിക്കനിലൊക്കെ നല്ല മസാല പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ടൊരു പാനിൽ ഞാൻ 70 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറെ ഓയിലോ ഗീയോ ഒന്നും ചേർക്കത്തില്ല. ഈ ബട്ടറിൽ തന്നെയാണ് ഫുൾ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അധികം ഡീപ്പ് ഫ്രൈ വേണ്ട. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ സവാളയും എല്ലാം കൂടെ വഴറ്റിയിട്ട് ഈ ചിക്കൻ അതിനകത്ത് ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പം അധികം ഡീപ്പ് ഫ്രൈ വേണ്ട. നമ്മൾ തൈരെല്ലാം കൂടെ ചേർത്തിട്ടില്ല ഈ ചിക്കനിൽ ഒരു 1.5 മണിക്കൂറോളം. ഞാൻ 1.5 മണിക്കൂർ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത്. അപ്പം നല്ല സോഫ്റ്റ് ആകും ചിക്കൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. അതിന് ശേഷം ഞാനാണെങ്കിൽ ഒരു പാനിൽ ഗീ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചതാണ് സെപ്പറേറ്റ് ആയിട്ട്. സവാള ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് സവാളയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നല്ല വഴളണം, ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ നല്ല വഴളണം. എന്നിട്ട് ഞാൻ 2 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ തൈരിന് പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ 2 തക്കാളി എടുത്തത്. പക്ഷെ തൈരിന് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ തക്കാളിയെ ഇടാവൂ, ഇല്ലെങ്കിൽ പുളി കൂടി നിൽക്കും. എന്നിട്ടിത് അടച്ച് വെച്ച് നല്ല ഒന്ന് വേവിക്കണം. എന്ന് വെച്ചാൽ തക്കാളി എല്ലാം നല്ല ഒന്ന് ഉടയണം. ഈ സവാളയുടെ കൂടെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കുറച്ചിട്ടിട്ടുണ്ട്, ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലും ഈ സവാള വഴറ്റിയതിലും കുറേശ്ശെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുതിനയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ മസാലയിൽ തന്നെ ഇടണം. ഇട്ട് നല്ല വഴണ്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്തിട്ട് നല്ല മിക്സ് ചെയ്യണം. ഇത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണോ എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഗ്രേവി ആയിട്ട് കിട്ടും. എന്നിട്ട് അത് പറ്റിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പറ്റിയപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ബിരിയാണിക്കുള്ള ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറ്റിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യാം. പക്ഷേ ഇത് കറക്റ്റ് അളവ് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം പോലെ ഞാൻ വെച്ച് ചോറ് ഉണ്ടാക്കിയെടുത്താണ്. അത് കറക്റ്റായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ദമ്മിടണം. ആദ്യം ചിക്കൻ്റെ ലെയർ താഴെ ഇടണം. അതിന് ശേഷം വേണം ചോറിട്ട് കൊടുക്കാൻ. അതിന് മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ആ സവാളയും മല്ലി ഇലയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും രണ്ടാമത് ചിക്കൻ്റെ ഇട്ട് കൊടുക്കണം. അതിനാണ് 2 ലെയറായിട്ടാണ് ഞാനിവിടെ ദമ്മിട്ടത്. ദമ്മെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മണിക്കൂർ ഞാൻ ചെറിയ തീയിൽ ഇട്ട് കൊടുത്ത് പിന്നെയും ഒന്നുകൂടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ദമ്മിടുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ ബട്ടറും ഗീയും മാത്രം വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യുക.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്.